ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന രോഹിത് ശർമ്മ ഇന്ത്യക്കായി ആദ്യ T20 കളിക്കുന്നത് 2007-ലാണ്. 8 വർഷത്തിനു ശേഷം 2015-ലാണ് ആദ്യ സെഞ്ചുറി നേടുന്നത്. പിന്നെ ഒന്നടിക്കുന്നത് 2 വർഷം കഴിഞ്ഞ് 2017-ലും. 151 T20 കളിച്ചാണ് 5 സെഞ്ചുറികൾ തികച്ചത്. സഞ്ജു സാംസൺ എന്ന മലയാളി 33 രാജ്യാന്തര T20 കളിച്ചിട്ടുള്ളൂ. അതിനിടെ അടിച്ചത് 3 സെഞ്ചുറികളാണ്, 2 അർദ്ധ സെഞ്ചുറികളും. എന്നിട്ടും പലർക്കും ഇപ്പോഴും സംശയമാണ്, സഞ്ജു ചെയ്തതൊക്കെ ചക്ക ഇട്ടപ്പോൾ വീണ മുയലല്ലേ എന്ന്. അവരവരുടെ കാലങ്ങളിൽ കൃഷ്ണമാചാരി ശ്രീകാന്തും അജയ് ജഡേജയും സൗരവ് ഗാംഗുലിയും വീരേന്ദർ സെവാഗും രോഹിത് ശർമ്മയും എന്തായിരുന്നോ ഇന്ത്യൻ ക്രിക്കറ്റിന്, അതാണ് ഇന്ന് സഞ്ജു വി സാംസൺ. 1% പോലും സ്വാർത്ഥതയില്ലാതെ, സ്വന്തം വിക്കറ്റിനെ കുറിച്ച് ചിന്തയില്ലാതെ രാജ്യത്തിന് വേണ്ടി മാത്രം ബാറ്റ് വീശുന്ന അസാമാന്യ ധീരൻ. 2 ഡെക്ക് കഴിഞ്ഞ് വന്നുള്ള 2-ാം ഓവറിൽ തന്നെ 6 അടിച്ചു തുടങ്ങുന്നു. ആ മനോഭാവത്തിനാണ് ഫിയർലെസ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. രാജ്യാന്തര ക്രിക്കറ്റിലെ ഈ അസാധാരണ പ്രതിഭയ്ക്ക് എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇത്രയും ഹേറ്റേഴ്സ്? മലയാളി സ്വത്വമാണോ സഞ്ജുവിനോടുള്ള വെറുപ്പിന്റെ കാരണം?